പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധവരെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മഹത്വം കരയറ്റുന്ന നല്ല സമയം. പ്രിയമുള്ളവരെ, അഭിസംബോധനയും കർത്താവിരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ വാക്കുകളെ കോട്ടിക്കളയുന്ന തരത്തിൽ, നമ്മുടെ വാക്കുകൾക്ക് ഒരു വിലയും തരാത്ത നിലയിൽ, നാം പറയുന്നതാരും ശ്രദ്ധിക്കാതെ, നാം പറയുന്നതാരും കേൾക്കാത്ത നിലയിൽ വാക്കുകളെ തമ്മിൽ കോട്ടിക്കളയുന്ന പല വിഷയങ്ങളും ഉരുത്തിരിയാറുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 59 5 വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇടവിടാതെ അവൻ എൻ്റെ വാക്കുകളെ കോട്ടിക്കളയും, അവരുടെ വിചാരങ്ങളൊക്കെ ഇവൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾക്കെതിരെ നമ്മളുടെ പക്കൽ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുള്ള ദൈവശബ്ദത്തിനെതിരെ തിന്മയ്ക്കായിട്ട് ഒരുക്കുന്ന ചില മേഖലകളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ലൈഫിനെ മുൻനിർത്തിയല്ല പിശാച് ചിലരെ കരങ്ങളിൽ ഉപയോഗിക്കുകയാണ്. എന്താ കാരണം? നമ്മളിലെ നിയോഗങ്ങളെ കണ്ടിട്ടാണ്. യേശു കർത്താവ് മറുരൂപാമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാനോട് പറയുന്നൊരു പദമുണ്ട്: മനുഷ്യപുത്രൻ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ സമയമായിരിക്കും. യേശു കർത്താവിന്റെ മരണ പുനരുദ്ധാനങ്ങളെ കുറിച്ച് കൈമാറുമ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമാണ്: അങ്ങയ്ക്ക് അങ്ങനെ വരരുത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം യേശു ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് കുറച്ചു മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ക്രൂശിക്കപ്പെടാൻ പോകാതെ അതിനെതിരെ സംസാരിക്കുന്ന പദങ്ങൾ വന്നപ്പോൾ യേശു അവനെ ശാസിച്ചു എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞത് നിയോഗങ്ങൾക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്ന ചില വ്യക്തികൾ, ചില സംസാരങ്ങൾ, ചില കൂട്ടങ്ങൾ, പ്രൈസ് ഗോഡ്, ഒരു പക്ഷെങ്കിൽ അത്രയും അറ്റാച്ച്മെന്റ് ആയ വ്യക്തികളായിരിക്കും നമ്മുടെ നിയോഗങ്ങൾക്ക് എതിരെ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ, ചില അഭിഷക്തന്മാരെ, ചില വ്യക്തികളെ നോക്കി വിവേചിക്കുന്നു. നമ്മുടെ നിയോഗങ്ങൾക്കെതിരായി ചലിക്കുന്ന ചില വ്യർത്ഥ വാക്കുകളെയും ചില സംസാരങ്ങളെയും നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആളെ എഴുന്നേൽപ്പിക്കാം, നമ്മുടെ നിയോഗങ്ങൾക്ക് എത്തിക്കാതെ വണ്ണം നമ്മളെ ആശ്ലേഷിച്ച് പറയാൻ, നമ്മെ പുകഴ്ത്തി പറയുന്നതായിരിക്കാം. നാം ആ വാക്കുകൾക്കകത്ത് വീണുപോകും. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇടവിടാതെ വാക്കുകളെ കോട്ടിക്കളഞ്ഞ് നമ്മുടെ വാക്കുകൾക്ക് വില തരാതെ, ഒരു വാല്യൂ കൽപ്പിക്കാതെ, നമ്മുടെ വാക്ക്, നമ്മളെ കൊണ്ട് ഒരു വാക്ക് പോലും സംസാരിപ്പിക്കാതെ, പ്രൈസ് ഗോഡ്, നമ്മുടെ വാക്കുകളെ കോട്ടിക്കളഞ്ഞ്, പക്ഷെ അവരുടെ വിചാരങ്ങളൊക്കെയും നമ്മുടെ നേരെ തിന്മയ്ക്കാണ്. നമ്മുടെ വാക്ക് കേൾക്കത്തില്ല, നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ല, നാം എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ കേൾക്കാൻ നിൽക്കത്തില്ല. പക്ഷെ നമ്മുടെ നേരെ തിന്മയ്ക്കായിട്ട് പലരും അവരുടെ വിചാരങ്ങൾ വളച്ചൊടിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് കൈമാറുന്നു: ചിലരെ വിവേചിച്ചറിയുവാനിടയായി തീരണം. ഇടവിടാതെ നിങ്ങളുടെ വാക്കുകളെ കോട്ടിക്കളയുന്ന, ഇടവിടാതെ നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കാതിരിക്കുന്ന, വാക്കുകളെ പറയിപ്പിക്കാതിരിക്കുന്ന, നേരെ തിന്മയ്ക്കായിട്ട് വിചാരിക്കുന്ന ചിലതിനെ തിരിച്ചറിയാനിടയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പറയാൻ വോയിസ് ഉണ്ട്, നമുക്ക് പറയാൻ സാഹചര്യമുണ്ട്, നമ്മളെ പറയിപ്പിക്കുകയില്ല. പലരും നമുക്ക് തിന്മയ്ക്കായിട്ട് പലതും ഒരുക്കുകയാണ്. പലതും പലരുടെയും മുൻപിൽ ആ സ്തോത്രം തെളിവുണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മുടെ നേരെ വിചാരിക്കുന്നത് മുഴുവനും തിന്മയ്ക്കായിട്ട് ഒരുക്കിക്കൊണ്ടുവരികയാണ്. ഈ കാലഘട്ടത്തിൽ പലരെയും വീഴ്ച കളയുന്ന, പലരെയും തകർത്ത് കളയുന്ന ആ പൈശാചിക മേഖലകളെ കണ്ടുണർന്നുകൊണ്ട് ഇന്ന് രാത്രിയിലും ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ നേരെ തിന്മയ്ക്കായിട്ട് ഒരുക്കുന്ന ചില വിചാരങ്ങളെ, വ്യർത്ഥ വിചാരങ്ങളെ സ്വർഗ്ഗമേ അടത്തി മാറ്റി ദൈവത്തിന്റെ മഹത്വം കൽപ്പിക്കാൻ പോവുകയാ. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ നിങ്ങളെ ഒറ്റയ്ക്കാക്കി നിർത്തി ഒരു കൂട്ടം ഒരുമിച്ച് നിങ്ങളെ ആക്രമിക്കുന്നത് പോലെ, ആക്രമിച്ച് നിങ്ങളെ വകവരുത്താൻ ശ്രമിക്കുന്നത് പോലെ,
തിന്മയ്ക്കായിട്ട് പലതും ഒരുക്കിയേക്കാം. യോസഫെ പൊട്ടക്കിണറ്റിലിട്ട് കളയാൻ അവർ ആലോചിച്ചൊരുക്കിയത് നിന്റെ സ്വപ്നം കൊണ്ടാ, നിന്റെ നിയോഗങ്ങൾ കൊണ്ടാ. പ്രൈസ് ദ ലോർഡ്. നീ സ്വപ്നം കണ്ടില്ലായിരുന്നെങ്കിൽ, നിനക്ക് അങ്ങനെ ഒരു നിയോഗമില്ലായിരുന്നെങ്കിൽ നിന്റെ മുമ്പിൽ ഒരുപക്ഷെ പൊട്ടക്കിണർ ഉണ്ടാകത്തില്ലായിരുന്നോ? ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം, നമ്മുടെ നിയോഗങ്ങൾക്കെതിരെ ചലിക്കുന്ന ചില വിചാരങ്ങളെ, ചില കൂട്ടം കൂടുന്നതിനെ ദൈവം വ്യർത്ഥമാക്കി കളഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ചലിപ്പിക്കും. വളരെ പ്രാർത്ഥനയോടും കർത്താവിന്റെ മുഖത്തു നോക്കിയും ആ മിശ്രത്തിൽ ഇടവിടാതെ വാക്കുകൾ കോട്ടിക്കളയുന്നതിന്റെ നടുവിൽ തളർന്നു പോകാനല്ല, അതിന്റെ നടുവിലും ദൈവരാജ്യത്തിന് വേണ്ടി ശക്തിയോടെ നിയോഗത്തോടെ മുൻപോട്ട് പോകാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.